മതപരമായി ചിന്തിക്കുന്ന പക്ഷം ലോകത്തിൽ ഇന്നറിയപ്പെടുന്ന എല്ലാ മതങ്ങളുടെയും മാതാവെന്ന് അപരനാമത്തിൽ വിളിക്കുവാൻ കഴിയുന്നതാണ് കർമ്മകാണ്ഡ നിർഭരമായ യഹൂദമതം. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പ്രമാണങ്ങൾ, യാഗങ്ങൾ എന്നിവ കൊണ്ട് സമാലംകൃതമായ സമുന്നതമായൊരു മതമാണ് യഹൂദന്മാരുടെ മതം. 613 കൽപ്പനകൾ അക്കമിട്ട് എഴുതി കിട്ടിയൊരു പ്രമാണവും അനുഷ്ഠിക്കുവാൻ മതിയായ പഞ്ചയജ്ഞങ്ങളും അതിനനുസൃതമായിരിക്കുന്ന ധാരാളമായ ഉത്സവങ്ങളും മറ്റും നിറഞ്ഞ ഏറ്റവും കർമ്മപുഷ്കലമായ ഒരു മതമായിരുന്നു യഹൂദമതം. അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തിളങ്ങി വിളങ്ങി ശോഭിക്കുന്നത് അതിൻ്റെ മനോഹരമായിരിക്കുന്ന സമാഗമന കൂടാരം, പിൽക്കാലത്തുണ്ടായ ദൈവാലയത്തിലാണ്. മ്പോൾ അവിടെ ഒരു താമ്രത്തോട്ടിയുണ്ട്. അതിമനോഹരമായ അതിബൃഹത്തായ ഒരു താമ്രത്തോട്ടി. അതിനകത്ത് സമൃദ്ധമായി വെള്ളമുണ്ട്. ആ താമ്രത്തോട്ടിയുടെ അടുക്കൽ ചെല്ലുന്ന ഏത് മനുഷ്യനും അവനെ തന്നെ കാണാൻ കഴിയും. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ യഹൂദ വനിതകൾ സമ്മാനിച്ച അവരുടെ മുഖദർപ്പണങ്ങൾ കൊണ്ടാണ്. കാരണം അവർ മുഖം നോക്കാൻ ഉപയോഗിച്ചിരുന്നത് ലോഹ കണ്ണാടികളാണ്. ആ കാലത്ത് ലോഹ കണ്ണാടികളായിരുന്നു സുലഭം, നമ്മുടെ ആറന്മുള കണ്ണാടി പോലെ. അങ്ങനെയുള്ള ലോഹ കണ്ണാടിയെ കൊണ്ട് നിർമ്മിതമായതായിരുന്നു ഈ കണ്ണാടിക്കടൽ എന്ന് വിളിക്കുന്ന അഥവാ താമ്രക്കടൽ. അതിൽ ധാരാളം വെള്ളമുണ്ട്. അവിടെ ചെന്നാൽ ഏത് മനുഷ്യനും, അതായത് മിക്ക വികാരം അവിടെ ചെല്ലുന്നത് ലേവ്യരും പുരോഹിതന്മാരുമാണ്. ഈ ലേവർ ഇവിടെ യാഗമൊക്കെ അനുഷ്ഠിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ കണ്ണത്ത ഭാഗങ്ങളിൽ അവിടെ ഇവിടെ കിടക്കുന്ന രക്തകണികകളും അവിടെ ഇവിടെ കിടക്കുന്ന മറ്റഴുക്കുമൊക്കെ കണ്ട് അവൻ വെറുതെ പോകണ്ട, അതിനകത്ത് വെള്ളമുള്ളത് കൊണ്ട് തൊട്ട് അത് ശുദ്ധീകരിക്കാം. അതാണ് യഹൂദ മതത്തിനൊരു പ്രത്യേകതയെന്നും കൂടെ ഞാൻ വ്യാഖ്യാനിക്കുക. ലോകത്തിൽ ഇതിനു ശേഷം എത്രയോ കണ്ണാടികൾ ഉണ്ടായിട്ടുണ്ട്. നാം അറിയുന്നത് പോലെ ഈ യഹൂദൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന കണ്ണാടി അതിനുശേഷം നേരെ ഗ്രീസിലേക്ക് ചെല്ലുന്ന കാണാം. അവിടെ അഫ്രോഡൈറ്റ് ദേവതയുടെ ക്ഷേത്ര കവാടത്തിൽ ഈ മനോഹരമായൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു കുറിപ്പുണ്ട്: ആദ്യം നിന്നെ അറിയുക, അനന്തരം ദേവനെ അറിയുക. ഈ വാക്ക് വായിച്ച് എത്രയോ പേർ കണ്ണാടിയിൽ തന്നെ കണ്ടുപോയിട്ടുണ്ട്. ഈ കണ്ണാടി പിന്നീട് ഇന്ത്യക്കാർ കടം വാങ്ങി. ബൃഹസ്പതി എന്ന് പറയുന്ന ആചാര്യനാണ് ഈ കണ്ണാടി ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വിദ്യാഭ്യാസത്തിന് ചെന്ന് ദേവേന്ദ്രനെയും വിരേചനൻ എന്ന് പറഞ്ഞ അസുര രാജാവിനെയും പഠിപ്പിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, കണ്ണാടി സുലഭമല്ലാത്തത് കൊണ്ട് നിങ്ങൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ ചെന്ന് നിങ്ങളെ തന്നെ കാണണം. ആദ്യം നിങ്ങളെ കാണുക, പിന്നീട് ദേവനെ കാണുക. ഈ തത്വത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇവിടെ. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഇതേ കണ്ണാടി നാരായണ ഗുരുദേവൻ കടം വാങ്ങി. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഇത് പ്രതിഷ്ഠിക്കുകയുണ്ടായി. അദ്ദേഹം ഉദ്ദേശിച്ചത് ആദ്യം നിന്നെ അറിയുക, പിന്നെ ദേവനെ അറിയുക എന്നാണ്. അതുകൊണ്ട് അന്നത്തെ മനോഹരമായിരിക്കുന്ന ഈ കണ്ണാടി, പക്ഷേ ഈ മറ്റുള്ളവരുടെ എല്ലാം കണ്ണാടിയിൽ അവനെ കണ്ടേച്ച് വന്നതുപോലെ പോകാം. യഹൂദൻ്റെ കണ്ണാടിക്കുള്ള പ്രത്യേകത, അവനെ കാണുമ്പോൾ അവൻ്റെ തനിനിറം ശരിക്കും മനസ്സിലാക്കാം. അവൻ്റെ കണ്ണത്ത ഭാഗത്ത് കിടക്കുന്ന രക്തകണികളും അഴുക്കും മറ്റുമെല്ലാം കഴുകാനുള്ള വെള്ളം അത് സമ്മാനിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ലോക മതങ്ങളെയും യഹൂദ മതത്തെയും വേർതിരിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം കൂടെയാണ്